തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ 2 ജില്ലകളിലെ, പ്രത്യേകിച്ച് 2 കോർപ്പറേഷനുകളിലെ ഫലത്തിനായിരിക്കും കൂടുതൽ കാത്തിരിപ്പുണ്ടാവുക. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് തൃശ്ശൂർ. 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ മുഴുവൻ പേരെയും മുൾമുനയിൽ നിർത്തിയ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളായിരുന്നു. ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരും. തൃശ്ശൂരിലെ നമുക്കറിയാം, പലരും സർവേ ഫലങ്ങൾ പോലും സുരേഷ് ഗോപിക്ക് എതിരായിട്ടാണ് വന്നത്. അത്യപൂർവമായിട്ട് മാത്രമാണ് സുരേഷ് ഗോപിക്ക് വിജയം ഉറപ്പിച്ചത്. തിരുവനന്തപുരത്ത് കടുകട്ടിയായിട്ടുള്ള മത്സരമാണ് ഉണ്ടായത് എന്ന് കോൺഗ്രസും CPM പോലും സമ്മതിക്കുന്നു. LDF 3-ാം സ്ഥാനത്ത് പോയ പാർലമെൻറ്റ് മണ്ഡലമാണ് തിരുവനന്തപുരം കഴിഞ്ഞ കുറേ കാലമായിട്ട്. അപ്പോൾ ഇവിടെ BJPയും LDFും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തൃശ്ശൂരിലെ ഈ ഒരു വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, BJP ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും. 2, തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കും എന്നുള്ളത്. കോർപ്പറേഷൻ്റെ മേയർ തന്നെ അവിടുത്തെ MP സുരേഷ് ഗോപിയെ ഏറെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. 2024 സുരേഷ് ഗോപിക്കുണ്ടായ വിജയം അത് പാർട്ടിക്ക് നേരിട്ട് കിട്ടിയ വിജയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പ്രവർത്തകർ ആഞ്ഞു പരിശ്രമിക്കുകയാണ്. ചിലരൊക്കെ പറയുന്നുണ്ട് സുരേഷ് ഗോപിക്ക് മാത്രമായിട്ട് കിട്ടിയ വിജയമാണെന്ന്. കേരളത്തിൽ BJPക്ക് 2 വിജയം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, 2016 നേമം മണ്ഡലം. കാരണം O രാജഗോപാലാണ് അവിടെ മത്സരിച്ചത്. രാജഗോപാൽ തിരുവനന്തപുരത്തുകാർക്ക് വളരെ സുപരിചിതനാണ്. തോറ്റ് അദ്ദേഹം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് കേന്ദ്ര സഹമന്ത്രിയുമായി. അന്ന് റെയിൽവേയുടെ ആണ് കൈകാര്യം ചെയ്തിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 10 ട്രെയിന് അടുപ്പിച്ച് ഓടാൻ തുടങ്ങിയതും വരാൻ തുടങ്ങിയതും രാജഗോപാലിൻ്റെ കാലത്താണ്. രാജഗോപാൽ വളരെ ജനകീയനുമായിരുന്നു. അവസാനമായി കഴിഞ്ഞപ്പോൾ ഈ രാജഗോപാലിന് വോട്ട് ചെയ്തേക്കാം, ആ പ്രായമായ മനുഷ്യൻ ഒരു തവണയെങ്കിലും ജയിപ്പിച്ച് വിട്ടേക്കാം എന്ന് പറഞ്ഞ് ജയിച്ച ആളാണ് രാജഗോപാൽ BJP എന്നാണ് പലരും കരുതുന്നത്. അതുകൊണ്ടാണ് 2021 വന്നപ്പോൾ BJPക്ക് അവിടെ നേമത്ത് പരാജയം സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെച്ച് തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേമത്ത് മത്സരിക്കും, ഉറപ്പായ കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗിക പ്രഖ്യാപനം തന്നെ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഉണ്ടാക്കിയെടുത്ത വിജയം പാർട്ടിക്ക് കിട്ടിയ വിജയമായിട്ടും, അതുപോലെ അതിൽ നിന്നുകൊണ്ട് തന്നെ BJPക്ക് ഇനിയും വളർച്ച ഉണ്ടാകണം എന്നുമാണ് BJPയുടെ പ്രവർത്തകരും സംസ്ഥാന നേതാക്കന്മാരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് BJP തൃശ്ശൂരും പിടിച്ചെടുക്കും. ഈ പറഞ്ഞു കാര്യങ്ങളങ്ങ് കയറി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം തൃശ്ശൂർ കോർപ്പറേഷനിലെ ഈ MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിരവധി വികസന പദ്ധതികൾ അവിടെ നടത്തി. ശക്തൻ മാർക്കറ്റും തേക്കിൻകാട് മൈതാനവും, പിന്നെ അവിടുത്തെ ക്രൈസ്തവരോടൊക്കെ തന്നെ സുരേഷ് ഗോപിക്കും BJPക്കും ഉള്ള ഒരു വലിയ ബന്ധം, ഇതൊക്കെ വോട്ടായിട്ട് തദ്ദേശത്തിലും മാറും എന്നാണ് കണക്ക് കൂട്ടുന്നത്. ആ കണക്ക് കൂട്ടലുകളുടെ പശ്ചാത്തലത്തിലാണ് തൃശ്ശൂർ പിടിച്ചെടുക്കുമെന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ സ്ഥിതി അങ്ങനെയല്ല. തിരുവനന്തപുരത്ത് ഭരണത്തോടടുത്ത് നിൽക്കുന്നവരാണ് BJP, പ്രധാന പ്രതിപക്ഷവും കൂടിയാണ്. ഈ കോൺഗ്രസ്സുകാർ ഇത്തവണ വലിയ വീറും വാശിയോടും കൂടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. 10 സീറ്റിന് മുകളിലേക്ക് ഉയർത്തുമോ എന്ന് കണ്ടറിയണം. അവർക്കറിയാം, അവർ മേയർ സ്ഥാനാർത്ഥിയൊക്കെ അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭരണം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്.
പക്ഷേ BJP 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ച് പോലും ഏതാണ്ട് ഒരു 70 വാർഡുകളിൽ BJP മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് കണക്ക് കൂട്ടുന്നത്. നമ്മൾ പറയാറുണ്ട് തദ്ദേശം, നിയമസഭ, ലോക്സഭ ഇതിൻ്റെ എല്ലാം പാറ്റേൺ വ്യത്യസ്തമാണെന്ന്. പക്ഷേ സമീപകാലങ്ങളിലായിട്ട് ഈ പാറ്റേൺ വ്യത്യസ്തമാണെങ്കിലും ഇതിലെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞാണ് വരുന്നത്. ഇപ്പോൾ നോക്കുക, ഈ തദ്ദേശത്തിലെ ഫലം വരുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു വാർഡ് കേരളത്തിലുള്ളവർ മുഴുവൻ കാത്തിരിക്കുന്നതാണ്, മുട്ടയുടെ വാർഡ്. CPMൻ്റെ ഒരു കോട്ടയം കൂടിയായിരുന്നു. അവിടെ പലതരത്തിലുള്ള വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. ആ സ്ഥാനാർത്ഥിയെ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവിടെ നിന്ന് ഓടിക്കാനുള്ള എല്ലാ ശ്രമവും CPMകാർ നോക്കിയതാണ്, നടന്നില്ല. കോടതി വിധി അനുകൂലമായിട്ട് വരികയും ചെയ്തു. അങ്ങനെ ആ സ്ഥാനാർത്ഥി മണ്ഡലമാകെ നിറഞ്ഞു നിൽക്കുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്, ഓർക്കണം. തൃശ്ശൂർ പൂരം പോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലേക്കുള്ള മത്സരവും വലിയ ഗംഭീരമായിട്ട് അങ്ങനെ കയറി വരികയാണ്. തൃശ്ശൂർ കോർപ്പറേഷനിലെ കക്ഷിനില എന്ന് പറയുന്നത് LDF ആണ് ഭരണം നിൽക്കുന്നത്. അതൊരു സ്വതന്ത്രൻ്റെ പിന്തുണയോടുകൂടിയാണ്. 55 സീറ്റാണ് ഉള്ളത്. അതിൽ LDFന് 24, UDFന് 24 തുല്യശക്തികളായിട്ട് നിൽക്കുകയാണ്. BJP 6, സ്വതന്ത്രൻ 1. ഈ സ്വതന്ത്രനാണ് അവിടെ വലിയ പിടിമുറക്കി നിന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് NDAക്ക് 6 സീറ്റുണ്ട്, BJPക്ക് 6 സീറ്റുമുണ്ട്. അത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിലൂടെ തീർച്ചയായിട്ടും കൂട്ടി തൃശ്ശൂർ പിടിച്ചെടുക്കാമെന്നുള്ള കണക്കുകൂട്ടലിലാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ മാത്രമല്ല, തൃശ്ശൂർ ജില്ലയായാൽ പോലും ഇപ്പോൾ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുമ്പോൾ LDFന് 13, UDFന് 3. തൃശ്ശൂർ ജില്ലയിലെ 86 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. അതിൽ LDFന് 69, UDFന് 16, BJPക്ക് 1 സീറ്റുമാണുള്ളത്. തൃശ്ശൂരിലെ ജില്ലാ പഞ്ചായത്ത് കണക്ക് നോക്കുമ്പോൾ ആകെ സീറ്റ് 29ആണ്. LDFന് 24, UDFന് 5. ഇനി മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നാൽ ഈ തിരുവനന്തപുരവും തൃശ്ശൂരും കോർപ്പറേഷൻ BJP നോട്ടമിടുന്നുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കണമെന്നും വലിയ കരുതലായിട്ടുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ 7 മുനിസിപ്പാലിറ്റികളാണുള്ളത്. ഇതിലിപ്പോൾ 5 LDFൻ്റെ കയ്യിലും UDFൻ്റെ 2 അവരുടെ കയ്യിലും ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ചും അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നതും കണക്ക് കൂട്ടിക്കൊണ്ടാണ് BJP തൃശ്ശൂർ ജില്ലയിൽ എങ്ങനെ കയറാം എന്നുള്ളത് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.